USS എക്സാം എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും കിഡ്സ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള പാഠാവലിയിലെ മലയാളം യൂണിറ്റ് 1 ഓർമ്മയുടെ ജാലകത്തിലെ പാഠം 1 അളകനന്ദിയിലെ വെള്ളാരം കല്ലുകൾ എന്ന പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹിമവാന്റെ മുകൾ തട്ടിൽ അമർനാഥ് ഗുഹയിലേക്ക് എന്നീ യാത്രാ വിവരണങ്ങളിലൂടെ പ്രസിദ്ധനായ സാഹിത്യകാരൻ ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനുള്ള ഓപ്ഷൻസ് നോക്കാം. രാജൻ കാക്കനാടൻ, ജോർജ് ഓണക്കൂർ, ഷൗക്കത്ത്, സുജാത ദേവി. ഇതിൽ ശരിയായിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ഒന്നാമത്തെ ഓപ്ഷൻ രാജൻ കാക്കനാടനാണ് ശരിയായിട്ടുള്ള ഉത്തരം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, രാജൻ കാക്കനാടൻ എന്ന കവിക്ക് യോജിക്കാത്തത് ഏതാണ്? ഇതിനുള്ള ഓപ്ഷൻസ് നോക്കാം. കവിയും ഗാനരചയിതാവും സഞ്ചാരിയും ചിത്രകാരനും എസ്തപ്പാൻ എന്ന ചിത്രത്തിൽ അഭിനയിച്ചു. നേരമില്ലാത്ത നേരത്ത് ഇദ്ദേഹത്തിന്റെ കൃതിയാണ്. ഇതിലേതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ എ കവിയും ഗാനരചയിതാവും. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സൂചനകളിൽ നിന്ന് സാഹിത്യകൃതി കണ്ടെത്തുക. സൂചനകൾ ഇതാണ്. റോമായാത്ര എന്നും പേരുണ്ട്. പാറേമാക്കൽ തോമാ കത്തനാരാണ് രചയിതാവ്. കരിയാറ്റിൽ മൽപ്പാൻ ഗ്രന്ഥകാരന്റെ സഹയാത്രികനായിരുന്നു. ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ബിലാത്തി വിശേഷം, ഊർസ്ലേം യാത്രാവിവരണം, വർത്തമാന പുസ്തകം, ഗുണ്ടർട്ടിന്റെ നാട്ടിൽ. ഇതിൽ ശരിയായിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി വർത്തമാന പുസ്തകം. നാലാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ വ്യത്യസ്തമായ ജോഡി ഏത്? ഓപ്ഷൻ എ ലളിതാംബിക അന്തർജനം, ആത്മകഥയ്ക്ക് ഒരാമുഖം, രാജൻ കാക്കനാടൻ അമർനാഥ് ഗുഹയിലേക്ക്, കലാമണ്ഡലം ഹൈദരലി, മഞ്ജുതരം, KP കേശവമേനോൻ കഴിഞ്ഞ കാലം. ശരിയായിട്ടുള്ള ഉത്തരം രാജൻ കാക്കനാടൻ അമർനാഥ് ഗുഹയിലേക്ക്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ കൂട്ടത്തിൽ പെടാത്തതേത്? ഓപ്ഷൻ എ അകലങ്ങളിലെ മനുഷ്യർ, ആൾക്കൂട്ടത്തിൽ തനിയെ, പാതിരാ സൂര്യന്റെ നാട്ടിൽ, ഒരു ചിത്രകഥയിലെ നായാട്ടുകാർ. ഇതിൽ ശരിയായിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ഒരു ചിത്രകഥയിലെ നായാട്ടുകാർ. ആറാമത്തെ ക്വസ്റ്റ്യൻ, കലാശം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? തുടക്കം കുറിക്കുക, ചെണ്ടകൊട്ട്, ആർഭാടം, അവസാനം. ഇതിൽ ശരിയായിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി അവസാനം. കലാശം എന്ന ശൈലിയുടെ അർത്ഥം അവസാനമാണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ചിരിച്ചതേ ഉള്ളൂ എന്ന പദം പിരിച്ചെഴുതിയാൽ എന്താണ് കിട്ടുന്നത്? ചിരി പ്ലസ് ചതേ പ്ലസ് ഉള്ളു, ചിരിച്ചു പ്ലസ് അതേ ഉള്ളു, ചിരിച്ചതേ പ്ലസ് ഉള്ളു, ചിരിച്ചതേ പ്ലസ് യുള്ളു. ഇതിലേതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ചിരിച്ചതേ പ്ലസ് ഉള്ളു. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അവയ്ക്കപ്പുറം ഉത്തുംഗമായ പർവ്വതങ്ങളുടെ നിര ഡാഷ്. വിട്ടുപോയ ഭാഗത്ത് ചേർക്കാവുന്ന ഏറ്റവും ഉചിതമായ വാക്ക് ഏതാണ്? ഓപ്ഷൻ എ നിരന്നു, ഓപ്ഷൻ ബി ഉയർന്നു, ഓപ്ഷൻ സി നീണ്ടു, ഓപ്ഷൻ ഡി ദൃശ്യമായി. അവയ്ക്കപ്പുറം ഉത്തുംഗമായ പർവ്വതങ്ങളുടെ നിര ദൃശ്യമായി. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, ദില്ലിയിൽ നിന്ന് എന്ന് കേട്ടപ്പോൾ അയാളുടെ ഔത്സുക്യം വർദ്ധിച്ചു. അടിവരയിട്ട പദത്തിന് സമാനമായ അർത്ഥമുള്ള പദം ഏതാണ്? ഓപ്ഷൻ എ ആകാംക്ഷ, ആശ്ചര്യം, സംതൃപ്തി, ആഗ്രഹം. ശരിയായിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആകാംക്ഷയാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ നമുക്ക് പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ? ശരിയായ വാക്യം കണ്ടെത്തുക. ഒരു നിമിഷം ആ കണ്ണുകൾ പ്രകാശിച്ചുകൊണ്ടിരുന്നു. ഒരു നിമിഷ നേരം ആ കണ്ണുകൾ പ്രകാശിച്ചു. ഒരു നിമിഷം ആ കണ്ണുകൾ പ്രകാശിച്ചു. ഒരു നിമിഷത്തോളം ആ കണ്ണുകളിൽ പ്രകാശിച്ചുകൊണ്ടിരുന്നു. ഇതിലേതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ സി ഒരു നിമിഷം ആ കണ്ണുകൾ
പ്രകാശിച്ചു എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. 11ാമത്തെ ക്വസ്റ്റ്യൻ, നക്ഷത്രപ്രഭ എന്ന പദത്തിന്റെ ശരിയായ വിഗ്രഹരൂപം ഏതാണ്? ഓപ്ഷൻ എ നക്ഷത്രം പോലുള്ള പ്രഭ, നക്ഷത്രവും പ്രഭയും, നക്ഷത്രമാകുന്ന പ്രഭ, നക്ഷത്രത്തിന്റെ പ്രഭ. ഇതിലേതാണ് ശരിയായിട്ടുള്ള ആൻസർ? ഓപ്ഷൻ ഡി നക്ഷത്രത്തിന്റെ പ്രഭ എന്നതാണ് അതിന്റെ വിഗ്രഹരൂപം. 12ാമത്തെ ക്വസ്റ്റ്യൻ, അയാളുടെ താപം കണ്ണുനീരായി ഒഴുകി അടിവരയിട്ട പദത്തിന്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻ എ ചൂട്, ദുഃഖം, സന്തോഷം, അധ്വാനം. ഇതിൽ ശരിയായിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ദുഃഖമാണ് ശരിയായിട്ടുള്ള ഉത്തരം. 13ാമത്തെ ക്വസ്റ്റ്യൻ, യാത്രാവിവരണം എന്ന വിഭാഗത്തിൽപ്പെടുന്ന കൃതി ഏതാണ്? ഒരു തെരുവിന്റെ കഥ, നേരമില്ലാത്ത നേരത്ത്, കാപ്പിരികളുടെ നാട്ടിൽ, ഒരു ദേശത്തിന്റെ കഥ. ഇതിൽ യാത്രാവിവരണം എന്ന വിഭാഗത്തിൽപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ സി കാപ്പിരികളുടെ നാട്ടിൽ. അതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ നമ്മളുടെ ക്വസ്റ്റ്യൻസ്. USS പരീക്ഷാ ഘടന എങ്ങനെയാണെന്ന് പറയാം. USS പരീക്ഷയിൽ 2 പേപ്പറുകളാണുള്ളത്. പേപ്പർ 1, അതിൽ 1ാം ഭാഷയും ഗണിതവുമാണ് ഉള്ളത്. 1ാം ഭാഷയുടെ ഭാഗം 1, അതായത് മലയാളം, കന്നഡ, തമിഴ്, അറബി, ഉറുദു, സംസ്കൃതം, ഇതിലേതെങ്കിലും ആവാം. അതാണ് പാർട്ട് എ. പാർട്ട് ബിയിൽ 1ാം ഭാഷ ഭാഗം 2, അതിൽ മലയാളവും കന്നഡയും തമിഴും ഉണ്ടായിരിക്കും. പാർട്ട് സി ആണ് ഗണിതം. ഇനി പേപ്പർ 2 എന്താണുള്ളത്? ഇംഗ്ലീഷ്, അടിസ്ഥാന ശാസ്ത്രം, സാമൂഹ്യ ശാസ്ത്രം. അതിൽ പാർട്ട് എ ആയിട്ട് വരുന്നത് ഇംഗ്ലീഷും, പാർട്ട് ബി അടിസ്ഥാന ശാസ്ത്രവും, പാർട്ട് സി സാമൂഹ്യ ശാസ്ത്രവുമാണ്. അങ്ങനെ 2 പേപ്പറുകളായിട്ടാണ് USS പരീക്ഷ ഉണ്ടായിരിക്കുന്നത്. പാഠഭാഗത്തുനിന്ന് മാത്രമല്ല മുൻവർഷ ക്വസ്റ്റ്യൻസും നിങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് GK അപ്ഡേറ്റ്സ് എല്ലാം തന്നെ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. മറക്കാതെ കാണാൻ ശ്രമിക്കുമല്ലോ. അതേപോലെ തന്നെ ഇനി വരുന്ന വീഡിയോകൾ ഒന്നും മിസ് ചെയ്യാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.